ഗൈസ് ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ ബ്രൈഡ് ടൂബിയാണ്. എൻ്റെ കൂടെ ബ്രൈഡും ഉണ്ട്. ബ്രൈഡ് അശ്വതി. ചേച്ചി നോക്കോ, പിന്നെ മാളു, അമ്മച്ചി, അഞ്ജന ഉണ്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒടുക്കത്തെ മടിയാട്ടോ. ഒഡീഷയിൽ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് നാട്ടിലെത്തിയാൽ ഉണ്ടാവാറില്ല. കാരണം ചുറ്റുള്ളവർക്കൊക്കെ ഞാൻ എന്താ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവുമല്ലോ. ആ ഒരു നാണവും മടിയൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ആദ്യം കണ്ടത്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇന്ന് എനിക്കൊരു വ്ളോഗ് എടുത്തേ മതിയാവും. ചേച്ചിയുടെ ബ്രൈഡ് ടു ബി ഷൂട്ടിനായിട്ട് ഞങ്ങൾ നേരെ പോയത് കുന്ന് ബീച്ചിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ഓൾറെഡി 2-3 കപ്പിൾസ് അവരുടെ ബ്രൈഡൽ ഷവറും സേവ് ദ ഡേറ്റും ഒക്കെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ ലുക്ക്. നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പിക്നിക് തീമൊക്കെയാണ് കേട്ടോ. എന്താവുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇതാണ് ഗൈസ് മാളു. മാളു എൻ്റെ കസിനാണ്. നമ്മളെ ചേച്ചീനെ ബ്രൈഡ് ടു ബിക്ക് വേണ്ടി വന്നു. പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. ഞങ്ങൾ 4 പേര് വൈറ്റ് സ്കേർട്ടും 4 ഡിഫറെൻറ്റ് കളേഴ്സ് ടോപ്പും ഏച്ചി ഇതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഷിനിൽ പറമ്പത്ത്. ആളുടെ വർക്കൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. റെഡിയായി. ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത് മീൻകുന്ന് ബീച്ചിലാണ്. ഇന്നല്ല, എല്ലാ ദിവസവും എനിക്ക് ഇതൊന്നല്ല പണി. പക്ഷെ ഇന്ന് നമ്മൾ ഏച്ചിൻ്റെ ബ്രൈഡ് ടു ബി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. മീൻകുന്ന് ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റൊക്കെ അടിപൊളി. നമുക്ക് സ്കൈ ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇവിടെ തന്നെ ബീച്ചിലാണല്ലോ വന്നത്. നേരത്തെ പറഞ്ഞില്ലേ പിക്നിക് തീമാണെന്ന്, അത് സെറ്റാക്കലായിരുന്നു പിന്നീട് നമ്മളെ പരിപാടി. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. കൊടുക്ക് കുമാരേട്ടാ, അങ്ങോട്ട് കൊടുക്ക് കുമാരേട്ടാ. ചായയോട് ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. ചായ കൊടുക്ക് കുമാരേട്ടാ. ഞാൻ കൊടുക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് So